രാവിലെ തന്നെ നാലാ ഭാഗത്തുനിന്നും വണ്ടികളൊക്കെ വന്നിട്ട് ആൾക്കാര് പെരുന്നാൾ പൈസയും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മറ്റു സൈഡിൽ ഒരു ലോറി നിറയെ ആടാള് അറവിനും കാര്യങ്ങൾക്കും കൊണ്ടുപോകണം കേട്ടോ. നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അറവും കാര്യങ്ങളൊക്കെ കാണുന്നു. ഇനി ഇവിടെ തന്നെ ബാക്കിയുള്ളത് എല്ലാതും ജീവിതകാലം മൊത്തം. പള്ളിക്കെന്നാണെങ്കിൽ തെക്ബീറിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം കേട്ടോ. വാപ്പാരും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി നടത്തങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഏകദേശം 15 മിനിറ്റോളം പോകാനുണ്ട്. നല്ല പൊടിയുണ്ട്, നല്ല ചൂടുണ്ട്. ഇത്താക്ക് നേരത്തെ തന്നെ പള്ളിക്കൽ എത്തിക്കണം കേട്ടോ. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ പാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈദ് മുബാറക്ക് പോലെയാണ്. ഇവിടെ എല്ലാ വർഗ്ഗക്കാരുണ്ട്. ഇത്തോപ്യൻസ്, പാകിസ്ഥാനികള്, മിസിരിയാള്, അറബിയാള്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചായയും പൊറാട്ടയും ബീഫും കഴിച്ചിട്ട് ഞാൻ നേരെ ഡ്യൂട്ടിക്കാണ്ട് കയറി. പെരുന്നാൾക്കും ലീവ് കേട്ടോ. 7 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 7 മണിയൊക്കെ ആകുമ്പോൾ കഴിയുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇൻഷാ അള്ളാ അടുത്ത പെരുന്നാൾക്കെങ്കിലും നാട്ടിൽ പോയിട്ടൊന്ന് കൂടണം എന്ന്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കാക്കിന് നിൽക്കുന്ന ഏരിയക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ കാക്കാൻ്റെ കുട്ടികളും അയൽവാസിയുടെ കുട്ടികളും മൊത്തത്തിലൊരു ഓളം. ഇവരൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ഒരു സമാധാനം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഈദ് മുബാറക്ക്.